ഈ ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ പോയപ്പോൾ പലപ്പോഴും ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അവിടെയെങ്ങും പലപ്പോഴും ആളുണ്ടാവാറില്ല. പിന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നടന്ന് നമുക്ക് കഷ്ടപ്പാടാണ്. ഒരു മതിൽ കെട്ടണമെങ്കിൽ അത്രയും കഷ്ടപ്പാടാണ്. പിന്നെ അതിന് സ്ഥാനം നോക്കണം, സ്ഥപതി, അങ്ങനെ ഈ സ്ഥപതിയെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇത്രയും ഭക്തർ കൊടുക്കുന്ന പണം കൊണ്ട് അമ്പലങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. നടത്താൻ നമ്മൾ പോയാൽ അതൊട്ട് അനുഭവിച്ച് കിട്ടത്തുമില്ല. നടന്ന് കാലിൽ ചെരുപ്പ് തയ്യും. എന്നാൽ ഇഷ്ടം പോലെ കട്ടുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. ഹിന്ദു സമൂഹം തെരുവിലിറങ്ങണം. തെരുവിൽ നിന്ന് തിരിച്ച് കയറണമെങ്കിൽ ഇത് നേരെയാക്കിയിട്ടേ കയറുന്നുള്ളൂ എന്ന് പറയണം. നല്ല ഇൻറ്റഗ്രിറ്റിയുള്ള, പ്രൂവൺ ഇൻറ്റഗ്രിറ്റിയുള്ള ആൾക്കാരെ വേണം ദേവസ്വം ഭരണം ഏൽപ്പിക്കാൻ. അതല്ലാതെ ഈ കാളികുളി സംക്രാന്തി ഇവർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? ഒന്നും വേണ്ട. ആയിരക്കണക്കിന് കോടി രൂപ പ്ലസ് ഏകദേശം അത്രയോ അതിൽ കൂടുതലോ സ്വർണം, ആഭരണങ്ങൾ, ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമി, കെട്ടിടങ്ങൾ, ഇതൊക്കെയുള്ള വലിയൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് PS പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളിനെ നിങ്ങൾ നിയമിക്കുന്നു. വാട്ട് ഈസ് ഹിസ് ക്വാളിഫിക്കേഷൻ? എന്താ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ്? വായിച്ച് ഈ സ്റ്റുഡിയോയിൽ ഒരു ക്യാമറാമാനെ വയ്ക്കുമ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുമല്ലോ, തനിക്ക് വല്ല കിഴങ്ങറിയാമോ? ഇതങ്ങനെയൊന്നുമില്ല. പാർട്ടിക്ക് പിന്നാലെ തലയും ചൊറിഞ്ഞ് നടന്നത് കോൺഗ്രസ്, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ്, ചിലപ്പോൾ RSP, ഇതൊക്കെയാണ്. അവരുടെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടക്കുന്നവനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കും. ഇത്രയേ ഉള്ളൂ. അയാൾക്ക് ഇപ്പം വാസു അഡ്വക്കേറ്റോ മറ്റുമായിരുന്നു. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഈ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അതർവൈസ് അങ്ങർക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ, അങ്ങനെ അക്വയർ ചെയ്ത ക്വാളിഫിക്കേഷനാണ്. അല്ലാതെ ദേവസ്വം ആക്റ്റിൽ പ്രസിഡൻറ്റിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം, അതൊന്നുമില്ല. ഒരു ഇൻറ്റഗ്രിറ്റി ടെസ്റ്റും ഇല്ല, ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഇല്ല, ഒന്നും നോക്കാറില്ല. ചുമ്മാ കണ്ണി കണ്ട ആളിനെ അങ്ങ് നിയമിക്കുകയാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അവരുടെ കയ്യിലായിരുന്നല്ലോ ഭൂരിപക്ഷവും. ഭക്തജനങ്ങൾ അവരും ഇത് എൻജോയ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ കൊണ്ടുപോകട്ടെ. എനിക്കറിയാവുന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെ നല്ല കപ്പാസിറ്റിയുള്ള മനുഷ്യൻ, ദേവസ്വം ബോർഡിൻ്റെ അല്ല കേട്ടോ, നല്ല കപ്പാസിറ്റിയുണ്ട്. പക്ഷേ പുള്ളി അല്പം തിരിമറി നടത്തും. അപ്പോൾ ആൾക്കാർ വിഷമിച്ചു, പുള്ളിയെ തന്നെ സമീപിച്ചു. ചേട്ടൻ തന്നെ പ്രസിഡൻ്റ് ആവണം. പുള്ളി പറഞ്ഞു ഞാനാവാം, പക്ഷേ ഞാനിതിൽ നിന്ന് കുറച്ച് കാശൊക്കെ എടുക്കും. ഇത് എന്തൊരു കഷ്ടപ്പാടാണ് ഒരു അമ്പലം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളാണെങ്കിൽ കമ്മിറ്റി കൂടിയിട്ട് എനിക്ക് 2000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യും. 2000 രൂപയ്ക്ക് ഇതിൽ തലവെച്ച് മരിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അല്പസ്വല്പം അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തും. നടത്തിക്കോ കേട്ടോ, കുഴപ്പമില്ല, എന്നാലും ചേട്ടൻ ചെയ്താൽ മതി. കാരണം ഈ മനുഷ്യൻ എഫിഷ്യൻ്റാണ്. അതുകൊണ്ട് അയാൾ കറപ്ഷൻ ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് കറപ്ഷൻ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട്, പക്ഷേ മൈനർ കറപ്ഷനാണ്. പുള്ളി തിരുവനന്തപുരത്ത് പോകണം, പുള്ളി ബസ്സിന് പോകും, ടാക്സി ഫെയർ എഴുതിയെടുക്കും. ആൾക്കാർ പോട്ടെ, 6,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പോട്ടെ. ഇങ്ങനെ ഹിന്ദുവിന് ഇങ്ങനൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അല്പം കറപ്ഷൻ പൊക്കോട്ടെ. അയ്യപ്പൻ കോള് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? മണ്ഡലം മകരവിളക്ക് കാലത്ത് ഈ പരിപ്പ് വടയ്ക്ക് 100 രൂപ മേടിക്കുക, ഇതൊക്കെ അയ്യപ്പൻ കോളെന്നാണ് പറയുന്നത്. അയ്യപ്പൻ നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്, നീ കൊള്ളയടിച്ചോടാ ഒരു 45 ദിവസം എൻ്റെ പേരിൽ. അതാണ് ഭക്തൻ്റെ സമാധാനം. അയ്യപ്പ എനിക്കും ജീവിക്കാൻ കുറച്ച് എടുത്തോ, നീ എടുത്തോ. എല്ലാവരും എത്രയോ പേരെടുക്കുന്നു, പിന്നെ നീ പരിപ്പോടേക്ക് 100 രൂപ മേടിച്ചോടാ. ഈ രീതിയിൽ കാണുന്നവരുണ്ട് അയ്യപ്പൻ കോള്. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുകയാണ് ഹിന്ദു സമാജം. അപ്പോഴും കൊണ്ടുപോയി അവിടെ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കൊടുക്കരുത് എന്ന് ഞാൻ പറയില്ല. ഗുരുവായൂർ ഒരു 2018 പ്രളയത്തിന് ഒരു സംഭാവന പെട്ടി പിണറായി വിജയൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ. പ്രളയം കഴിഞ്ഞ എല്ലാവരും വർഷം എത്രയായി? ആ പെട്ടിയാണ് ആദ്യം ഇരിക്കുന്നത്. അപ്പോൾ നോർത്തിൽ നിന്ന് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് പണ്ടാരും അതിലെഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രളയ ദുരിതാശ്വാസം. ആരിത് വായിക്കുന്നു? പെട്ടി സിമിലറാണ്. ഗുരുവായൂരപ്പൻ്റെ പെട്ടിയും പിണറായി വിജയൻ്റെ പെട്ടിയും സിമിലറാണ്. നടന്നു വരുമ്പോൾ നമ്മൾ നടപ്പത്തിൽ ആദ്യം കാണുന്നത് പിണറായി വിജയൻ്റെ പെട്ടിയാണ്. അതിച്ചിരി വലുതാണ്, ഗുരുവായൂരപ്പൻ്റെ സ്വല്പം ചെറുതാണ്. അതിന് കാശ് കിട്ടുന്നതായിക്കോട്ടെ. പിണറായി വിജയൻ പറയും, എടാ സാറേ ഇത്തവണ 15,000 രൂപയേ ഉള്ളൂ,
ഉണ്ടെങ്കിൽ അത് ചായ കുടിക്കാനായല്ലോ, നീ എടുത്തോ. ഈ പരിപാടി വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുമോ? നടക്കുന്നുണ്ടാവാം ഒരുപക്ഷെ. ബട്ട് കേരളത്തിൽ നടക്കുന്ന വലിയ അന്യായം അക്രമമാണ്. ഉടനെ ഒന്നും തീരാനും പോകുന്നില്ല. ഇപ്പോൾ കേസന്വേഷണം നടക്കുന്നത് അതുപോലെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാളുടെ അളിയൻ അനന്തപത്മനാഭൻ, അയാളെ കല്യാണം കഴിച്ച ആൾ, അയാളുടെ ഭാര്യയുടെ അനിയത്തി പ്രസവിച്ച ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ പോയി തെളിവെടുക്കുക. ഈ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് തൊടില്ല.